ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ അങ്കമാലിയിലുള്ള അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലാണ്. യെസ്, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നാളെ ഇവിടെ ജൂലൈ 12 തീയതി ശനിയാഴ്ചയാണ് കേരളത്തിലെ അല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നീറ്റ് സക്സസ് സെലിബ്രേഷനായ ബ്രില്യന്റിന്റെ മെഡികോൺഗ് 2025 അരങ്ങേറാൻ പോകുന്നത്. കണ്ടില്ലേ, 40 ഏക്കറിലായി വിന്യസിച്ച് കിടക്കുന്ന അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന്റെ പ്രധാന എക്സിബിഷൻ സെന്ററിൽ തന്നെയാണ് നാളത്തെ ഈ മെഗാ ഇവന്റ് അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ എത്രത്തോളമായി നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നാളെ ഈ വേദിയിൽ ഒരു ചരിത്ര നിമിഷത്തിനാണ് പിറവിയെടുക്കാൻ പോകുന്നത്. ചെറുപ്പം മുതൽ +2 വരെ ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് ഒരു നീറ്റ് എക്സാമിൽ കേരളത്തിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ദീപ്നിയ DB. നാളെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലെ ഈ ബിഗ് ഇവന്റിൽ 25 ലക്ഷം രൂപ നൽകിയാണ് ദീപ്നിയെ ബ്രില്യൻറ്റ് ആദരിക്കാൻ പോകുന്നത്. ദീപ്നിയയ്ക്ക് മാത്രമല്ല, നാളെ അഡ്ലക്സിലേക്ക് ഒഴുകിയെത്തുന്ന 2500-ലധികം വിദ്യാർത്ഥികൾക്കാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ നൽകാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന്റെ കിച്ചൺ ഏരിയയിലാണ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ക്ഷണം സ്വീകരിച്ച് നാളെ ഇവിടേക്ക് എത്താൻ പോകുന്ന 10,000-ലധികം ആൾക്കാർക്ക് വിഭവ സമൃദ്ധമായ ഒരു സൽക്കാര വിരുന്ന് തന്നെ ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ കാറ്ററിംഗ് വിദഗ്ധരായ നിള കാറ്ററിംഗ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം നിള കാറ്ററിംഗിന്റെ വൈസ് പ്രസിഡന്റായ സന്തോഷ് സാർ ചേരുന്നുണ്ട്. സാർ നമസ്കാരം. സാർ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 10,000-ലധികം ആൾക്കാരാണ് നാളെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിള കാറ്ററിംഗ് അവരെ എല്ലാവരും മാനേജ് ചെയ്യാൻ തന്നെ പോകുന്നത്? നിള കാറ്ററിംഗ് വളരെ വിഭവസമൃദ്ധമായ ഒരു ഫുഡാണ് നാളെ ബ്രില്യൻറ്റിൻ്റെ അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ നിളയുടെ കിച്ചൺ ഏരിയയാണ് നിങ്ങളെ കാണുന്നത്. നമ്മുടെ ഫുഡ് വെൽക്കം ഡ്രിങ്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. വെൽക്കം ഡ്രിങ്കിൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോക്ടെയിൽസും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂൽ പൊറോട്ട, പാലപ്പം, ബീഫ് റോസ്റ്റ്, ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി, അങ്ങനത്തെ ഐറ്റങ്ങളാണ് നമ്മൾ ആദ്യമായി കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വെജിറ്റേറിയൻ റൈസ്, മീൻകറി, ബീഫ് ഉലർത്ത്, തോരൻ, മെഴുക്കുരുണ്ടി, പുളിശ്ശേരി, പിക്കിൾ പപ്പടം, അങ്ങനത്തെ സദ്യ ഐറ്റംസ് ഉണ്ട്. ഡെസർട്ട് ആണെങ്കിൽ വളരെ വളരെ എലാബറേറ്റഡ് ഡെസർട്ട് കൗണ്ടറാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിൽ വെറൈറ്റി പുഡിങ്സ് ഉണ്ട്, 2-3 വരെ പുഡിങ്സ് ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, അങ്ങനത്തെ പേസ്ട്രീസ് ഉണ്ട്. നല്ലൊരു ഡെസർട്ട് സ്റ്റഫാണ് ഇവിടെ നാളെ ബ്രില്യൻറ്റിൻ്റെ അതിഥികൾക്ക് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ കേട്ടല്ലോ, വിഭവ സമൃദ്ധമായ ഒരു വിരുന്ന് തന്നെയാണ് നിള കാറ്ററിംഗ് ബ്രില്യൻറ്റിലെ അതിഥികൾക്കായിട്ട് നാളെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സോ അതെല്ലാം തന്നെ നാളെ നമുക്ക് രുചിച്ചറിയാം. സാർ, സോ താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. നാളെ ഈ വേദിയിലാണ് ബ്രില്യൻറ്റിൻ്റെ മെഡികോൺഗ് 2025 അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ഒരു ബിഗ് ഇവന്റിനെ കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്കൊരു സെലിബ്രിറ്റി ഹോസ്റ്റ് കൂടെയുണ്ട്. ദ മോസ്റ്റ് ടാലന്റഡ് സിംഗർ, പെർഫോമർ, ആക്ടർ അശ്വിൻ കുമാർ. സോ ഹാഡി, വെൽക്കം ടു അവർ സ്റ്റേജ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ? ബിഗ് ആണ്, ഗ്രാൻഡ് ആണ്. ഓക്കെ, പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടുതൽ സിനിമ ഇവൻറ്റ്സും എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ, ഫങ്ഷൻസും ഒക്കെ പങ്കെടുക്കുമ്പോഴും നമ്മൾ യൂഷ്വലി ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ ഇത്രയും മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ അക്കാഡമിക്കൽ ഒരു ഇവൻറ്റ് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് സാധാരണ കാര്യമല്ല, അത് നിസ്സാരമല്ല. കാരണം സത്യമായിട്ടും ഐ ഫീൽ വെരി സ്മോൾ. We are actually in the largest convention center in Kerala. നാളത്തെ ആംബിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രത്തോളം എത്രയോ ഡിഗ്നിറ്ററീസിനും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറ്, അതിനൊപ്പം തന്നെ 6000-7000 ഇങ്ങനെ ഒരു കടൽ പോലെ അച്ചീവേഴ്സ് ആണ് നമ്മുടെ തമ്മിൽ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ Yes, so you talked about സുരേഷ് ഗോപി. ഇപ്പോൾ നാളെ സുരേഷ് ഗോപി സാർ വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് മന്ത്രിമാർ വരുന്നുണ്ട്. So you are going to take care of them with the mic. So how are you planning to do that? The mic will take care of me. Okay. കാരണം ആ സമയത്ത് നമ്മൾ അവരുടെ ഒരു കാലിബറിനും അവരുടെ ഒരു പൊസിഷനിനും മാക്സിമം അവരെ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യാനൊക്കെ പിന്നെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് വെക്കാൻ ഒരു എന്താ പറയുക ഒരു ഫ്ലോയിൽ വരുന്ന നമ്മുടെ ചില ഐറ്റംസ് ഉണ്ടല്ലേ, ചിലപ്പോൾ നാളെ കാണാം. അപ്പോൾ നാളെ അതെല്ലാം കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വി ഗോണ മേക്ക് ഇറ്റ് ഫയർ. അപ്പോൾ അശ്വിൻ പറഞ്ഞ പോലെ 10,000-ലധികം വിദ്യാർത്ഥികളും അതുപോലെ അവരുടെ മാതാപിതാക്കളുമാണ് നാളെ ഈ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലേക്ക് ഒഴുകി എത്താൻ പോകുന്നത്. സോ ദ കൗണ്ട് ഡൗൺ ബിഗിൻസ് ഫോർ മെഡികോൺഗ് 2025, the victory day.